வாழ்க வையகம், வாழ்க வையகம், வாழ்க வளமுடன். യോഗിരാജ് വേദാദ്രി മഹർഷി എഴുതിയ കർമ്മയോഗം, അധ്യായം 11. അപ്രാപ്യ സ്വപ്നങ്ങളെ വിട. അന്യൂനമായ അസംഖ്യം സന്തോഷ സ്രോതസ്സുകൾ പ്രകൃതി മനുഷ്യന് വരദാനമായി നൽകിയിട്ടുണ്ട്. മനുഷ്യ ശരീരം തന്നെ സങ്കീർണമായ സാങ്കേതികത്വം സന്നിവേശിപ്പിച്ചിട്ടുള്ള യാന്ത്രിക ഘടനയാണ്. പ്രകൃതിയുടെ പരിണാമശ്രേണിയുടെ വിസ്മയകരമായ ഔന്നത്യമാണ് മനുഷ്യ ശരീരത്തിൽ പ്രകടമാകുന്നത്. ലക്ഷക്കണക്കായ തലമുറകൾ ഇന്നുവരെ ആർജിച്ച സാംസ്കാരിക പുരോഗതിയും ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളും മനുഷ്യരാശിയിൽ അളവറ്റ പ്രത്യുൽപ്പന്നമതിത്വം പ്രദാനം ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉന്നത നേട്ടങ്ങൾക്കുടമയായ മനുഷ്യനെതിരാണ് അപ്രാപ്യ സ്വപ്നങ്ങളെയും ആസക്തികളെയും മനസ്സിൽ വച്ചു പുലർത്തി അവസാനം ആശാഭംഗത്തിന്റെ പടുകുഴിയിൽ വീണ് ശാരീരികമായും മാനസികമായും യാതന അനുഭവിക്കുന്നത്. വിവേകശാലിയായി അറിയപ്പെടുന്ന മനുഷ്യൻ ബുദ്ധിപൂർവം ചിന്തിച്ച് പ്രായോഗികമായ ഒരു ജീവിത നിർമ്മാണ രേഖാരൂപമുണ്ടാക്കി അതനുസരിച്ച് ജീവിച്ച് ലഭ്യമായ എല്ലാ ആനന്ദങ്ങളും ആസ്വദിച്ച് അതേസമയം അതേ ആനന്ദം മറ്റുള്ളവർക്ക് ലഭ്യമാക്കുവാൻ യത്നിച്ച് പരോപകാരാർത്ഥ മിതം ശരീരമെന്ന തത്വത്തെ അടിസ്ഥാന പ്രമാണമാക്കി ജീവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത്യാഗ്രഹം, പ്രാപ്തിക്കുറവ്, അവികസിതമായ ബുദ്ധി, പ്രകൃതിയുടെ ദിവ്യപരിപാലനത്തെക്കുറിച്ചും കാരുണ്യങ്ങളെക്കുറിച്ചുമുള്ള അജ്ഞാനം, അപ്രാപ്യ സ്വപ്നങ്ങളുടെ ഉറവിടം ഇവയാണ്. അപ്രായോഗികമായ അഭിലാഷങ്ങൾ ഇച്ഛാഭംഗത്തിൽ അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വ്യക്തിമനസ്സ് നിരാശയുടെ ഗർത്തത്തിൽ നിപതിക്കുമ്പോൾ അത് മനോവ്യാധികൾക്കും ദുഃഖങ്ങൾക്കും വിഷാദമാന്ദ്യങ്ങൾക്കും ഇതര വ്യക്തികളുമായുള്ള സംഘർഷങ്ങൾക്കും വഴിവെക്കും. അനിയന്ത്രിതമായ അഹംബോധത്തിന്റെ ഫലസിദ്ധിയാണ് പൂർത്തീകരിക്കാൻ ഒരിക്കലും കഴിയാത്ത സ്വപ്നങ്ങൾ. അഹന്ത രണ്ടു തരം ഹീനവികാരങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ആക്രമണ സ്വഭാവം, സ്വാർത്ഥബോധം എന്നിവയാണവ. അധികാരത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന ആസക്തിയാണ് ആക്രമണഭാവത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്നത്. സമ്പത്തിനു വേണ്ടിയുള്ള ത്വരയും സുഖഭോഗങ്ങൾക്കായ തൃഷ്ണയും സ്വാർത്ഥബോധത്തിലേക്ക് വ്യക്തിയെ കൊണ്ടുചെന്നെത്തിക്കുന്നു. മനുഷ്യന് മാത്രം സിദ്ധമായ അമൂല്യമായ ആറാം ഇന്ദ്രിയത്തിന് ആത്മപരിജ്ഞാനത്തിലേക്ക്, ബ്രഹ്മസായുജ്യത്തിലേക്ക് വ്യക്തിയെ നയിക്കാൻ നിസർഗമായ വൈഭവവുമുണ്ട്. എന്നാൽ വിശേഷ ബുദ്ധിക്ക് വികസനമാകുവാൻ ശരിയായ അവസരം തക്ക സമയത്ത് ലഭിച്ചില്ലെങ്കിൽ അത് വ്യക്തിയെ ഭൗതിക സുഖഭോഗവാജ്ഞയിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകും. ഭൗതിക സുഖേച്ഛയെക്കുറിച്ച് ശരിയായ അവബോധമില്ലാത്ത വ്യക്തി സംസാരചക്രത്തിൽ കുരുങ്ങിപ്പോകുന്നു. ഭൗതിക ജീവിതത്തിന്റെ ഭ്രമാത്മകതയിൽ ആണ്ടുപോകുന്ന മനസ്സിൽ ആക്രമണ സ്വഭാവവും സ്വാർത്ഥതയും നിറയുന്നു. ആത്മസംശോധനയിലൂടെ അഹങ്കാരത്തെ നിയന്ത്രിക്കാത്ത പക്ഷം, അതിന് ശരിയായ മാർഗനിർദ്ദേശവും ശിക്ഷണവും നൽകാത്ത പക്ഷം ക്രോധവികാരവും സ്വാർത്ഥതയും പ്രതിലോമ സംസ്കാരങ്ങളെ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരും. ശീലബലത്തിന്റെ ദുർബലനായ ഇരയാണ് ഓരോ വ്യക്തിയും. ശീലങ്ങളുടെ സ്വാധീനം വളരെ ശക്തമാണ്. ചെയ്യുന്ന കർമ്മം അധർമ്മമായിരുന്നാൽ പോലും ശീലബലം ആ കർമ്മം ശരിയാണെന്ന് നമ്മെ ന്യായീകരിച്ച് ബോധ്യപ്പെടുത്തും. അതിനാൽ ഓരോ കർമ്മയോഗ സാധകനും തന്റെ അകക്കണ്ണ് എല്ലായ്പ്പോഴും തുറന്നു പിടിക്കുകയും നിർമ്മാണാത്മകമായ ഗുണപ്രദമായ സാൻമാർഗികമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെടുകയും വേണം. ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂരിഭാഗം വ്യക്തികളും ആസക്തികളുടെയും മായാമോഹങ്ങളുടെയും ഒരു പ്രത്യേക ലോകത്തിൽ അകപ്പെട്ടിരിക്കുന്ന ദുഃഖകരമായ കാഴ്ചയാണ്. ഓരോ വ്യക്തിയും അവരിൽ നിന്ന് അനുരൂപമായ രീതിയിൽ ധനദ്രവ്യങ്ങളും പരിഗണനകളും ആഗ്രഹിക്കുന്നു. അവരൻ ഇന്ന വിധത്തിലെ പെരുമാറാവൂ എന്ന് വ്യക്തിമനസ്സ് പ്രതീക്ഷിക്കുന്നു. ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? പ്രതീക്ഷ അനുസരിച്ചല്ല അവരുടെ പെരുമാറ്റമെങ്കിൽ അയാളെ ശത്രുഗണത്തിൽപ്പെടുത്തുന്നു. ഓരോ വ്യക്തിയും ചുറ്റുമുള്ള വ്യക്തികൾക്ക് മേൽ തന്റെ അധീശത്വം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സംഘർഷങ്ങൾ തലപൊക്കുകയായി. അവരന് തന്നെ പോലെ ചിന്തിക്കുവാനും ആഗ്രഹിക്കുവാനും മോഹിക്കുവാനും തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും അവകാശമുണ്ടെന്ന യാഥാർത്ഥ്യം ഒരു വ്യക്തി ഒരു വേള വിസ്മരിച്ചു പോകുന്നു. പരവ്യക്തികളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് നാം ആഗ്രഹിക്കുന്നത് നമ്മിലെ അഹംഭാവത്തിന്റെ ആധിക്യം കൊണ്ടാണ്. അവരനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധ്യമാണോ? അഹന്ത എന്നത് നമ്മുടെ മാത്രം കുത്തകയല്ല. ഓരോ വ്യക്തിയും
ഞാനെന്ന ഭാവക്കാരനാണ്. അപരൻ അവൻ്റെ അഹംബുദ്ധി ഉപേക്ഷിച്ച് നമ്മുടെ അഹങ്കാരത്തിന് കീഴടങ്ങുമെന്ന് കരുതുന്നത് മൗഢ്യമല്ലാതെ മറ്റെന്താണ്? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരുവൻ അവൻ്റെ അഹംഭാവം നമുക്ക് മുന്നിൽ അടിയറ വെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ആ കീഴ്പ്പെടൽ താൽക്കാലികമാണ്. ആ മാനഹാനി അവനിൽ വെറുപ്പുളവാക്കുകയും പ്രസ്തുത വികാരം പ്രതികാരഭാവമായി വളരുകയും ചെയ്യും. ഇതിനെല്ലാം മൂല കാരണം എന്താണ്? നമ്മുടെ അസംഗതവും അടിസ്ഥാനവുമായ പ്രതീക്ഷകൾ തന്നെ. ഇതിൽ നിന്ന് ലളിതമായ ഒരു സത്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അമിതമോഹങ്ങളുടെ മറുവശം മോഹഭംഗമാണ്. ആശയും നിരാശയും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഉദാരതയുടെ മോക്ഷമാർഗം. മറ്റുള്ളവർ നാം പ്രതീക്ഷിക്കുന്ന നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറണമെന്നും ജീവിക്കണമെന്നുമുള്ള നമ്മുടെ അമിതാഗ്രഹം അവരുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ഇടപെടുവാൻ നമ്മെ പ്രേരിപ്പിക്കും. ക്രമേണ ഈ ഇടപെടൽ ഒരുതരം പീഡനമായി അവർക്ക് അനുഭവപ്പെട്ടേക്കും. വെറുപ്പും സംഘർഷവും നിറഞ്ഞ അവരുടെ മനസ്സിൽ നമുക്കെതിരെ ശാപവികാരങ്ങൾ നിറയും. ഈ അധമവിചാരങ്ങളുടെ തരംഗങ്ങൾ ആ വ്യക്തിയോട് അനീതി ചെയ്ത് നമ്മളിലെത്തുമ്പോൾ രോഗം, അത്യാഹിതം, യാതനകൾ എന്നിവ നമുക്ക് കർമ്മഫലമായി ലഭിക്കും. കർമ്മഫലം എന്ന പ്രപഞ്ച നിയമത്തിന് നീക്കുപോക്കുകളില്ല. അതിനാൽ ആശാപാശത്തിൻ്റെ ഊരാകുടുക്കിൽ ചെന്ന് പെടാതിരിക്കുവാനും മറ്റു വ്യക്തികളുടെ മേൽ യാതൊരുവിധ അധീശത്വവും സ്ഥാപിക്കാതിരിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർമ്മയോഗത്തിൽ കാരുണ്യത്തിൻ്റെയും ഉദാരതയുടെയും വിശാലമായ ഒരു രാജവീതിയുണ്ട്. ഈ പാത ആത്മസായുജ്യത്തിലേക്ക് നമ്മെ നയിക്കും. വേദനിക്കുന്നവരെ പരമാവധി ഫലേച്ഛകൂടാതെ സഹായിക്കുവാനായി സ്വയം ജീവിതം ഒഴിഞ്ഞുവെക്കുക. ജീവിതസാഗരത്തിൽ ലക്ഷ്യം തെറ്റി ക്ലേശം അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്നതിൽ കവിഞ്ഞ് മറ്റെന്തു സേവനമാണുള്ളത്? പരോപകാരപരത ജീവിത വ്രതമായി മാറുമ്പോൾ ആശ നിരാശകൾ നമ്മെ അലട്ടുകയില്ല. ജീവിതം എല്ലാ ഇല്ലായ്മകളെയും മറന്ന് സാഫല്യമടയുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഔദാര്യപൂർണമായ ഒരു ജീവിതത്തിന് നമുക്കെങ്ങനെ സ്വയം പ്രാപ്തരാക്കാം? ഏകാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഏതാനും നിമിഷങ്ങൾ സ്വസ്ഥമായിരിക്കാം. മനസ്സ് കൂടണഞ്ഞു കഴിഞ്ഞാൽ നാം സ്വയം നമ്മെ അപഗ്രഥിക്കണം. നാം ആരാണ്? എന്താണ്? ഈ ജീവിതം നമ്മെ എവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്? പ്രായം, ശാരീരികാരോഗ്യം, കർമ്മശേഷി, പ്രവർത്തന രീതി, വിദ്യാഭ്യാസം, അധികാരം, ധനം, സാഹചര്യങ്ങളുടെ സ്വാധീനം എന്നീ പരിഗണനകളിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനം എന്താണ്? ഇങ്ങനെ ഹൃദയം തുറന്ന നിഷ്കപടമായ ഒരു ആത്മവിശകലനത്തിന് നാം തയ്യാറാകണം. ജീവിതത്തിന് നമുക്കൊരു സൂത്രരേഖ തയ്യാറാക്കാം. അല്ലെങ്കിൽ നിർമ്മാണ രേഖാരൂപമില്ലാത്ത കെട്ടിടം പണി കണക്കെ നമ്മുടെ ജീവിതം അലങ്കോലപ്പെടും, അപൂർണമായി കിടക്കും. പ്രകൃതി ഒരു വ്യക്തിയെയും വെറും കൈയോടെ ജന്മം നൽകിയിട്ടില്ല. പ്രകൃതി പ്രദാനം ചെയ്ത കരുതൽ ശേഖരം ഉപയോഗിച്ച് അവനവനോടും കുടുംബത്തോടും ബന്ധുമിത്രാദികളോടും സമൂഹത്തോടും ലോകത്തോടൊട്ടാകെയുമുള്ള കർത്തവ്യങ്ങൾ എങ്ങനെ ചെയ്തു തീർക്കാമെന്ന് ചിന്തിച്ച് അതിനുതകുന്ന ഒരു രേഖാരൂപം ഉണ്ടാക്കണം. പിന്നെ സഹാനുഭൂതിയുടെ, ഉദാരതയുടെ രാജരഥയിലൂടെ നമ്മുടെ ജീവിതരഥം യാത്ര ആരംഭിക്കട്ടെ. നാം ഇതുവരെ അനുഷ്ഠിച്ച കർമ്മങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കർമ്മങ്ങൾക്കും അനുയോജ്യമായ ഫലം അതാത് സമയത്ത് അർഹിക്കപ്പെട്ട തോതിലും നിലവാരത്തിലും നമുക്ക് തിരിച്ചു കിട്ടുമെന്ന അനിഷേധ്യമായ പ്രകൃതി നിയമത്തെ വിസ്മരിക്കാതിരിക്കുവിൻ. അപരനിൽ നിന്നും നാം ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുവിൻ. നമുക്ക് വിധിക്കപ്പെട്ടത് നിഷേധിക്കുവാനോ തട്ടിയെടുക്കുവാനോ മറ്റൊരാൾക്കും സാധ്യമല്ല തന്നെ. നമുക്ക് തമ്മിൽ അചഞ്ചലമായ വിശ്വാസവും അനുരഞ്ജനമില്ലാത്ത അർപ്പണവും വേണം. മറ്റെല്ലാം വഴിയെ വന്നുകൊള്ളും. ഒരു കാരുണ്യം നിറഞ്ഞ കടാക്ഷത്തിനായി, സമാശ്വാസ വചനത്തിനായി, ഒരു മന്ദഹാസത്തിനു വേണ്ടി, തലോടലിനും കണ്ണീരൊപ്പലിനും ആലിംഗനത്തിനുമായി, ഒരു ചെറു സഹായത്തിനായി എത്ര ലക്ഷം മനുഷ്യരാണ് നമുക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുന്നത്. ജീവിത വേവലാതികൾക്കിടയിൽ, ആവശ്യവും അനാവശ്യവുമായ ബന്ധപ്പെടലുകൾക്കിടയിൽ നാം അവരെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നു മുതൽ നമുക്കവരെ നമ്മാലാവുന്നതുപോലെ സഹായിക്കാം. ഒട്ടും പ്രതിഫലേച്ച കൂടാതെ തന്നെ. നമ്മുടെ പക്കലുള്ള ദ്രവ്യാർത്ഥങ്ങൾ പരിമിതമായേക്കാം. പക്ഷേ അവരനെ സഹായിക്കുവാൻ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതിര് കാണാത്ത ഒരു സമുദ്രം നമ്മിൽ അലയടിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയിലും പരമാത്മ ചൈതന്യം കുടികൊള്ളുന്നു എന്ന തിരിച്ചറിവ് മാത്രം മതി നമുക്ക് നമ്മിലുള്ള ഉദാരതയുടെ ജലവാഹിനികൾ തുറക്കുവാൻ. ക്ലേശമനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക്
നാം സുഖവും ശാന്തിയും ആനന്ദവും പകരുമ്പോൾ പരോക്ഷമായി ആ വ്യക്തിയിൽ പരിലസിക്കുന്ന പരമാത്മ ചൈതന്യത്തെ ആരാധിക്കുകയാണ് നാം ചെയ്യുന്നത്. അങ്ങനെ മാനവ സേവ ഈശ്വരാരാധനയായി മാറുന്നു. നമ്മുടെ കഴിവനുസരിച്ച് സേവന മണ്ഡലത്തെ നാം ക്രമേണ വ്യാപിപ്പിക്കുകയും വേണം. സമ്പാദന കർമ്മത്തിന് ജീവിതത്തിൽ പ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ജീവിതവൃത്തിയിൽ ഉപേക്ഷയോ അലസതയോ നിങ്ങൾ കാണിച്ചുകൂടാ. നിങ്ങളുടെ വരുമാനം ആവശ്യത്തിൽ കൂടുതലാണെങ്കിൽ ചിലവ് കഴിച്ച് വ്യക്തിപരമായ സമ്പാദ്യത്തിന് ഒരു പരിധി നിർണയിച്ച് മിച്ചം വരുന്ന ധനം മറ്റുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനായി മാറ്റിവെക്കണം. ധനദ്രവ്യ സമ്പാദനത്തിന്റെ കാര്യത്തിൽ ഓരോ വ്യക്തിയും ന്യായാനുവർത്തിയായിരിക്കണം. അധാർമിക മാർഗങ്ങളിലൂടെ ധനസമ്പാദനം ഒട്ടും ആശാസ്യമല്ല. അവ സുഖത്തിനു പകരം ദുഃഖമാണ് നൽകുക. വ്യക്തിയുടെ ആത്മീയ പുരോഗതി അത് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. രക്തദാഹിയായ ഒരു മൂട്ടയുടെ ജീവിതം നിരീക്ഷിക്കുക. മൂട്ട മറ്റുള്ള ജീവികളെ രക്തത്തെ സ്വന്തം നിലനിൽപ്പിനായി ഉപയോഗിക്കുന്നു. അതിൻ്റെ അതിജീവനം മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും കൊണ്ടാണ്. അതേസമയം ഒരു തേനീച്ചയുടെ ജീവിതത്തെ പരിശോധിക്കാം. പുഷ്പങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടി മധുരം ശേഖരിക്കുന്ന തേനീച്ച ജീവിതവൃത്തിക്കിടയിൽ പരാഗണത്തെ സഹായിച്ചുകൊണ്ട് മഹത്തായ പ്രകൃതി സേവനം നിർവഹിക്കുന്നു. നിസ്സാരനായ തേനീച്ചയുടെ ജീവിതകർമ്മം മനുഷ്യരാശിക്ക് പോലും പ്രയോജനപ്പെടുന്നു. പുഷ്പങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മകരന്തം അത് തേനാക്കി ഭക്ഷിക്കുകയും ആ തേൻ മനുഷ്യന് ഔഷധമായും സാദൃശ്യോജ്യമായും പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയും ജീവിക്കേണ്ടത് തേനീച്ചയെ മാതൃകയാക്കിയായിരിക്കണം. ആസക്തി വ്യക്തിയെ എല്ലായ്പ്പോഴും അപര്യാപ്തതയിലും ആശ്രിതത്വത്തിലും തളച്ചിടും. അത് വ്യക്തിയെ വലിയ ധനികനാണെങ്കിൽ പോലും മാനസികമായി ദരിദ്രനാക്കും. എന്നാൽ ലഭ്യമായ ധനത്തിൽ നിന്ന് കഴിവറ്റവരെ സഹായിക്കുന്ന ദീനാനുകമ്പയുള്ള വ്യക്തിയിൽ താൻ മാനസികമായി വളരെ സമ്പന്നനാണെന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കും. ഈ സമ്പന്നത അഥവാ സമ്പുഷ്ടത വ്യക്തിമനസ്സിൽ ആത്മീയ നിർവൃതിയുടെ പുഷ്പകാലം വിരിയിക്കും. സമയം വൈകിയിരിക്കുന്നു. നിങ്ങൾക്കിനിയും കാലം കളയാനില്ല. ഇഹലോക ജീവിതം ഏതാനും ദശവർഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ക്ലിപ്തമായ ഒരു കാലയളവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ആത്മപരിശോധനയ്ക്ക് ഒരുങ്ങുക. ശേഷിച്ച ജീവിതത്തിന് വ്യക്തമായൊരു പദ്ധതി തയ്യാറാക്കുക. ഈ ആത്മപരിശോധനയ്ക്കിടയിൽ മേൽപ്പറഞ്ഞ ജീവിത പദ്ധതിയുടെ ഓരോ ചുവടുവയ്പും എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ സ്വമേധയാ ബോധ്യമാകും. തയ്യാറാക്കിയ ജീവിതക്രമം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കണം. ഒരാഴ്ചയ്ക്കകം നിങ്ങൾ ഈ ജീവിതകലയിൽ നിപുണനാകും. ഈ പദ്ധതി മനസ്സിലാക്കാനും പരിശീലിക്കുവാനും വളരെ ലളിതവും സുഗമവുമാണ്. ഈ പ്രക്രിയയിൽ ഭാവനകൾക്കോ കൽപ്പിത കഥകൾക്കോ ഒട്ടും സ്ഥാനമില്ല. ജീവിതത്തിൽ സുഖവും ശാന്തിയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ദൈവദത്തമായ പ്രമാണസൂത്രമാണിത്. സംഗ്രഹം: അമിതമായ ആശകൾ നിരാശയിൽ ചെന്ന് അവസാനിക്കുന്നു എന്നത് ഒരു പ്രമാണം മാത്രമല്ല, പ്രായോഗിക സത്യം കൂടിയാണ്. ഇത്തരം ജീവിതം വിലകെട്ടതായി മാറുന്നു. ആസക്തികൾക്കടിമയായ വ്യക്തിയിൽ അത്യാഗ്രഹത്തിൻ്റെ ഹാനികരമായ ക്ഷോഭഭാവങ്ങൾ ഉണർത്തപ്പെടുന്നു. ആത്മവിശകലനം നടത്തി നിങ്ങൾ കരഗതമായ വസ്തുക്കൾ എന്താണെന്നറിഞ്ഞ് ദുഃഖിതരെയും പീഡിതരെയും നിങ്ങളാലാവും വിധം സഹായിക്കുവാൻ ആരംഭിക്കുക. അപ്പോൾ മാനസികമായി മഹാസമ്പന്നായി നിങ്ങൾ മാറും. അപ്രാപ്യമായ ആശകൾ ധനികനായിട്ടും നിങ്ങൾ ഇല്ലാപ്പാട്ടു പാടുന്ന ഒരു ദരിദ്രനാക്കി മാറ്റും. അതിധനവാനും അധികാരപ്രമത്തനുമായ ഒരു രാജാവിൻ്റെ ജീവിതകഥ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. രാജാവിൻ്റെ പക്കൽ ധാരാളം ധനമുണ്ട്, ധനം മാത്രം. എന്നാൽ ധനത്തേക്കാൾ വിലമതിച്ച ശാന്തി, സുഖം, സമാധാനം, പ്രജാസ്നേഹം ഇവയെല്ലാം രാജാവിന് അന്യമാണ്. എന്നാൽ ഭിക്ഷാംദേഹിയായ ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം അവന് മനഃശാന്തിയും സുഖവും സമാധാനവും ആനന്ദവും ഏകാന്തതയും ആത്മീയതയും എല്ലാം കരഗതമായുണ്ട്. ഇല്ലാത്തത് ഒറ്റ കാര്യം മാത്രം: ഒരു പിടി അന്നം, അന്നന്നത്തെ നിലനിൽപ്പിനായുള്ള അല്പമായ ആഹാരം. ഇതിൽ രാജാവാണോ ഭിക്ഷുവാണോ യഥാർത്ഥ ധനികനെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ധാർമ്മിക മാർഗത്തിലൂടെയുള്ള അർത്ഥസമ്പാദനം, വ്യക്തിസമ്പാദ്യത്തിനും വ്യയത്തിനും പരിധി നിശ്ചയിക്കൽ, മിച്ചം വരുന്ന ധനം പരക്ഷേമത്തിനായി മാറ്റിവെക്കൽ, ഈ ത്രിതത്വങ്ങളെ അടിസ്ഥാനമാക്കി ജീവിതം നയിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ സൗഹൃദത്തിൻ്റെ നീട്ടപ്പെട്ട കൈകളുമായി നിങ്ങളെ സമീപിക്കും. ഈ ഇഹലോക ജീവിതം ഒരു ആത്മ സുഹൃത്ത് സമ്മേളനമായി നിങ്ങൾക്ക് അനുഭവപ്പെടും.